ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന LD ക്ലർക്കിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ LD ക്ലർക്കിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആദ്യ ജില്ല കാസർഗോഡ് ജില്ലയുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 14 ജില്ലകളിലും ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്രൊഫൈലിൽ മെസ്സേജ് വന്നിരുന്നു. LDCയുടെ പ്രൊഫൈലിലെ മെസ്സേജ് തീർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ LGSൻ്റെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ LGSൻ്റെ ഷോർട്ട് ലിസ്റ്റും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. പരീക്ഷ നടന്ന സ്റ്റേജിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നതോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നതോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ കാസർഗോഡ് ജില്ല കാറ്റഗറി നമ്പർ 503/2023 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് LD ക്ലർക്ക് OMR പരീക്ഷ നടന്നത് 31/8/2024. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ രജിസ്റ്റർ നമ്പറുകളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷം മെയിൻ ലിസ്റ്റിന് ശേഷം സപ്ലിമെൻ്ററി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ SC ST മുസ്ലിം OBC LC പിന്നെ ധീവര അങ്ങനെ EWS ലിസ്റ്റ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് 4% റിസർവേഷനുള്ള ലോ വിഷൻ, ഹാർഡ് ഓഫ് ഹിയറിംഗ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഇങ്ങനെ ഓരോന്നിൻ്റെയും ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മെയിൻ ലിസ്റ്റിൽ 344 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 364 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 20 പേരും അങ്ങനെ ടോട്ടൽ 728 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. 59.33 കട്ട് ഓഫ്. 59.33 കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് ഉടൻ തന്നെ മെയിൻ ലിസ്റ്റ് വരുന്നതാണ്. നമുക്ക് പ്രധാനപ്പെട്ട 1-2 പോയിൻറ്റും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് മാർക്ക്, അതുപോലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം 2022 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ജില്ലകളുടെയും കട്ട് ഓഫാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് 51.33 ആയിരുന്നു. കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ്. അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം 530 ആയിരുന്നു. ആ മെയിൻ ലിസ്റ്റിലുള്ളവരുടെ അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ തൊഴിൽ വീതിയിലും തൊഴിൽ വാർത്തയിലുമൊക്കെ കണ്ടു. 40% പോലും ഇതുവരെ നിയമനം പൂർത്തിയായിട്ടില്ല. അതായത് 530-ൽ 250 പേർക്ക് പോലും ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന അവസ്ഥ. എങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും സമാധാനമായിരിക്കുക. ലിസ്റ്റിലെ എണ്ണം ഒരുപക്ഷെ ഇത്ര കണ്ട് കുറച്ച് 344 ആക്കിയത് നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് PSCയുടെ വിശദീകരണം. ആ വിശദീകരണം നമുക്ക് വിശ്വസിക്കാം. പിന്നെ ജില്ല തിരിച്ചുള്ള അപേക്ഷകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് കഴിഞ്ഞ തവണയും ഈ തവണയും ഓരോ ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം. ഈ തവണ കാസർഗോഡ് ജില്ലയിൽ അപേക്ഷിച്ചിരിക്കുന്ന 48,114 പേരാണ്. 48,114 പേരിലാണ് 728 പേരെ LD ക്ലർക്കിൻ്റെ മെയിൻ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതാൻ 2027 തയ്യാറെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വളരെ കടുത്ത മത്സരമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ലിസ്റ്റിൽ 10 പേരെയെങ്കിലും കുറയ്ക്കുകയല്ലാതെ കൂട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.